ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2022 ഒരു സർവൈവൽ ക്രൈം ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ദി ലെഡ്ജ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയും ഈ മൂവി കാണാത്തവരുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഉയരം പേടിയുള്ളവരാണെങ്കിൽ ഈ മൂവി കാണാതിരിക്കുക, കാരണം അതുപോലുള്ള ഒരുപാട് സീനുകൾ ഈ മൂവിയിലുണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ. വൺ ലൈൻ പറഞ്ഞ് വെറുതെ സമയം കളയുന്നില്ല. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കൂടാതെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടി ആ ഒരു ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ കഥയുടെ തുടക്കത്തിലെ സുഹൃത്തുക്കളായിട്ടുള്ള കെല്ലി അതേപോലെ തന്നെ സോഫി, ഇവർ രണ്ടുപേരും ഒരു വലിയ മലയുടെ താഴെയായിട്ട് ഒരു ചെറിയ വീടുണ്ട്, അതിനകത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഇവർ ഈ ഒരു മലയുടെ മുകളിലായിട്ട് ക്ലൈംബിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. കൂടാതെ ഇതിൽ സോഫി ഈ സ്ഥലത്തേക്ക് വരാനായിട്ട് മറ്റൊരു കാരണം കൂടിയുണ്ട്. നാളത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെ രണ്ടുപേരും അകത്തിരിക്കുന്ന സമയത്താണ് വെളിയിൽ ഒരു കാർ വരുന്ന ശബ്ദം കേട്ട് രണ്ടുപേരും വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ ഇവരെ പോലെ തന്നെ ക്ലൈംബിങ്ങിന് വേണ്ടി വന്നിട്ടുള്ള 4 സുഹൃത്തുക്കളാണ് അവരാരൊക്കെയാണെന്ന് വെച്ചാൽ ജോഷ്, റെനോൾഡ്, നേതൻ, ടൈലർ. അതേപോലെ തന്നെ ഇവർ 4 പേരുണ്ടല്ലോ, അവർ 4 പേരും കുട്ടിക്കാലം മുതൽ തന്നെ സുഹൃത്തുക്കളാണ്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ കെല്ലിനെ സോഫിനെ കണ്ടിട്ട് അതിൽ ജോഷ് ഇവരുടെ അടുത്തേക്ക് വന്നിട്ട്, ഹേയ്, നിങ്ങൾ ക്ലൈംബിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണോ? നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ കെല്ലിയും സോഫിയും അമേരിക്കക്കാരാണ്, ഇവരാണെങ്കിലോ ഈ നാട്ടുകാരും. അപ്പോഴാണ് ജോഷ് സോഫിയോട്, ഇന്ന് രാത്രി ഞങ്ങൾ ചെറിയൊരു പാർട്ടി നടത്തുന്നുണ്ട്, നിങ്ങൾ അതിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സോഫി ആദ്യം അതിന് തയ്യാറാണെന്നുള്ള രീതിയിൽ ചിരിച്ചാണ് നിൽക്കുന്നത്. പക്ഷെ കെല്ലി അവളോട് സോറി, ഞങ്ങൾക്ക് വരാൻ താല്പര്യമില്ല എന്ന് പറയുന്നതും ഇത് കേട്ട സോഫി പറയും, സോറി, ഞങ്ങൾ എന്തായാലും വരുന്നില്ല എന്ന് പറയും. അപ്പോൾ ജോഷ് പറയും, ശരി, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മനസ്സ് മാറുവാണെങ്കിൽ അവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് സോഫിയെ ഈ കഞ്ചാവിന്റെ പൊതിയുണ്ടല്ലോ അതെടുത്ത് ഇങ്ങനെ കാണിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്. അതേസമയം ജോഷിന്റെ 3 സുഹൃത്തുക്കളുണ്ടല്ലോ, അവർ 3 പേരും ഇവിടെ നിന്നിട്ട് ജോഷിനെ പറ്റി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അവന്റെ എൻഗേജ്മെന്റ് ആണ്. ഈ സമയത്ത് അവൻ ഇവിടേക്ക് വരാനായിട്ട് ഒട്ടും പാടില്ല എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ജോഷിന് വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും മനസ്സിലാക്കാം. അതേസമയം റൂമിനകത്ത് കാണിക്കുമ്പോൾ സോഫി ആണെങ്കിൽ ആ ഒരു കഞ്ചാവിന്റെ പൊതി കണ്ടിട്ട് എങ്ങനെയെങ്കിലും അവൾക്ക് പോയാൽ മതിയാവും. അതുകൊണ്ട് തന്നെ കെല്ലിയുടെ അടുത്തേക്ക് വന്ന്, അല്ല കെല്ലി, നമുക്ക് എന്തായാലും അവരുടെ പാർട്ടിയിലേക്ക് പോയാലോ? നീ ആണെങ്കിൽ ഇവിടെ വന്നിട്ട് വിഷമിച്ചാണ് ഇരിക്കുന്നത്, പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ കെല്ലി പറയും, മദ്യപിക്കാനാണെങ്കിൽ നീ മാത്രം പോയാൽ മതി, ഞാനില്ല എന്ന് പറഞ്ഞ് അവൾ വരാൻ തയ്യാറാവുന്നതും അങ്ങനെ രാത്രിയാവുന്നതും ഇവർ രണ്ടുപേരും ആ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലാണ്. അപ്പോൾ ജോഷു അവന്റെ സുഹൃത്തുക്കൾ ഈ ഒരു പാർട്ടി നടത്തുന്നുണ്ട്. ഇവരെല്ലാവരും അവിടെ വന്നിട്ട് പരിചയപ്പെടുന്നു. അങ്ങനെ കുറെ നേരം സംസാരിച്ചിരുന്നിട്ടാണ് നമ്മുടെ കെല്ലി പെട്ടെന്ന് എഴുന്നേറ്റ്, ഓക്കെ സോഫി, ഞാൻ എന്തായാലും റൂമിലേക്ക് പോവാണ്, നീ വരുന്നോ എന്ന് ചോദിച്ച് എഴുന്നേറ്റ് പോകുമ്പോൾ ജോഷ് പെട്ടെന്ന് അവളുടെ കയ്യിലേക്ക് കയറി പിടിക്കുകയാണ്. അപ്പോൾ കെല്ലി പറയും, ജോഷ് കയ്യിൽ നിന്ന് പിടിവിടാൻ പറയുമ്പോൾ അവൻ വിടത്തില്ല. ഇത് കണ്ട സോഫി, ജോഷ് അവളുടെ കയ്യിൽ നിന്ന് പിടിവിട്, ഇല്ലെങ്കിൽ ശരിയാവത്തില്ല എന്ന് പറയുമ്പോൾ അവൻ കയ്യിൽ നിന്ന് പിടിവിടുന്നതും കെല്ലി അവിടെ നിന്ന് നടന്നങ്ങ് പോകുന്നു. ഇതുപോലെയുള്ള കുറെ എണ്ണം ഉണ്ട്. 1-2 തവണ ഇന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തോ അവരുടെ വേണ്ടപ്പെട്ടവരാണെന്നുള്ള രീതിയിലാണ് ഇതേപോലെ കയ്യിൽ പിടിക്കുക, ശരീരത്തിൽ തൊടുക, അനുവാദം ഇല്ലാതെ ഒരുപാട് കാര്യങ്ങൾ കയറി ഇടപെടുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ കെല്ലി അവിടെ നിന്ന് പോകുമ്പോൾ ഇവിടെ സോഫി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇവർ 4 പേരും വേറെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവസാനം ഈ ഒരു 80+ കണ്ടന്റ് ഉണ്ടല്ലോ, അതിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ സോഫി ജോഷിനെ നോക്കിയിട്ട് അവനെ കളിയാക്കുന്ന രീതിയിൽ, അതും ഒരാണിനോട് പറയാൻ പാടില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ അവനെ നോക്കി ഇങ്ങനെ കളിയാക്കി സംസാരിക്കും. അതും ഈ സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അവൻ ആദ്യം അത് വലിയ കാര്യമാക്കത്തില്ല. പെട്ടെന്നാണ് സോഫി അവനെ കിസ് ചെയ്യുന്നത്. ഇവര് രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ സോഫി പറയും, ശരി, ഞാൻ ഇപ്പോൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് കുറച്ച് ദൂരേക്ക് ഇങ്ങനെ മാറിപ്പോവാണ്. അപ്പോഴാണ് ഈ സുഹൃത്തുക്കള് ജോഷിനോട് പറയുന്നത്, ജോഷ്, നീ ഇപ്പോൾ ചെയ്യുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല, 2 ദിവസം കഴിഞ്ഞാൽ നിന്റെ വിവാഹം നിശ്ചയമാണ് എന്ന് പറയുമ്പോൾ ജോഷ് പറയും, ഹേയ്, അതൊന്നും എനിക്ക് വലിയ പ്രശ്നമല്ല, എൻ്റെ ലൈഫ് എന്തായാലും എൻജോയ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് അവൻ സംസാരിക്കുന്നത്. അതേസമയം ഇവിടെ റൂമിൽ നമ്മുടെ കെല്ലി ഉണ്ടല്ലോ, അവള് റൂമിൽ വന്നിട്ട് ഒരു ക്യാമറ എടുത്തു വെച്ച് അതിലെ വീഡിയോ ഇങ്ങനെ പ്ലേ ചെയ്ത് കാണുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിലുള്ളത് വേറെ ആരുമല്ല, കെല്ലിയുടെ ബോയ് ഫ്രണ്ടാണ്. ഇവിടെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞതല്ലോ കെല്ലി ഇവിടെ വരാനായിട്ട് ഒരു കാരണമുണ്ടെന്ന്. അത് വേറെ ഒന്നുമല്ല, 1 വർഷത്തിന് മുന്നേ കെല്ലിയും അവളുടെ ബോയ് ഫ്രണ്ടും കൂടി ചേർന്ന് ഈ ഒരു മലമുകളിൽ ക്ലൈംബിംഗ് ചെയ്യാനായിട്ട് വന്നു. പക്ഷെ അവിടെ വെച്ചൊരു അപകടത്തിൽ അവളുടെ ബോയ് ഫ്രണ്ട് മരണപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ അവന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കെല്ലി വീണ്ടും ഇവിടെ ക്ലൈംബിങ്ങിന് വേണ്ടി വന്നിട്ടുള്ളത്. അതേസമയം ഇവിടെ നമ്മുടെ ജോഷിനെയും സോഫിനെയും കാണിക്കുമ്പോൾ ഇപ്പോൾ ജോഷ് നേരെ സോഫിയുടെ അടുത്തേക്ക് വന്നിട്ട് അവളെ ഇങ്ങനെ കിസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അവൾ പെട്ടെന്ന് താല്പര്യമില്ലാത്ത രീതിയിൽ, ഇല്ല വേണ്ട, ഇപ്പോൾ എന്തായാലും വേണ്ട, നമുക്ക് പിന്നീടാവാന്ന് പറയുമ്പോൾ അവൻ കേൾക്കത്തില്ല. കാരണം നേരത്തെ തന്നെ അവൾ അവന്റെ സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ചിട്ട് അവനെ കളിയാക്കിയിരുന്നല്ലോ. അത് കാരണം ജോഷ് ഇപ്പോൾ സോഫിയെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അവൾ കരയുന്ന ആ ഒരു ശബ്ദം കേട്ട് അവന്റെ സുഹൃത്തുക്കൾ ഓടി അവന്റെ അടുത്തേക്ക് വരുന്നതും ഈ ഗ്യാപ്പിൽ അവൾ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി അങ്ങ് ഓടും. അപ്പോൾ അവർ വന്നിട്ട് ജോഷിനോട് പറയുന്നത്, ജോഷ്, നീ എന്താ ഈ കാണിക്കുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ തന്നെ അവന്റെ മുഖത്ത് അവള് നേരം കൊണ്ട് അള്ളിയൊരു മുറിവുണ്ട്. പക്ഷെ ജോഷ് ആണെങ്കിൽ ഒരു വിധത്തിൽ അടങ്ങുന്നില്ല. അവന് നല്ല ദേഷ്യമുണ്ട്.
അപ്പോൾ ആ സുഹൃത്തുക്കൾ പെട്ടെന്ന് സോഫിയെ വിളിച്ചിട്ട്, സോഫി അവിടെ നിൽക്ക്, ഇനി അവൻ ഒന്നും ചെയ്യുന്നില്ല, അവൻ അറിയാതെ പറ്റിയതാണ്, ഞങ്ങളോട് ക്ഷമിക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും സോഫി ഈ പേടി കാരണം താഴേക്കിനെ ഓടിപ്പോവാണല്ലോ. ഇപ്പോൾ സോഫി ഒരിടത്തേക്ക് പോയി ഒളിച്ചിരിക്കുന്നതും ഇവരെല്ലാവരും ഈ ടോർച്ചെല്ലാം ആയിട്ട് അവളെ കണ്ടുപിടിക്കാൻ വേണ്ടി അവളെ വിളിച്ച് അവളെ പുറകെ തന്നെ വരികയാണ്. സത്യത്തിൽ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല ഈ സുഹൃത്തുക്കൾ വരുന്നത്. അങ്ങനെ ഈ ഒരു ടോർച്ച് വിളിച്ചതിൽ അവളെ കണ്ടുപിടിക്കുന്നതും ഇവൾ വീണ്ടും ഓടാൻ തുടങ്ങും. അവിടെ നിന്ന് ഓടി ഓടി അവസാനം ഈ മലയുടെ താഴെ എത്തുമ്പോൾ പിന്നെ അങ്ങോട്ട് കുഴിയാണ്. എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുന്നതും പെട്ടെന്ന് ഒരുത്തം പുറകിലൂടെ വന്ന് അവളെ അങ്ങ് പിടിക്കും. ഇല്ല സോഫി, നിന്നെ ഉപദ്രവിക്കാനല്ല, അവൻ അറിയാതെ സംഭവിച്ചാണ്, നീ എന്തായാലും മറക്കണം, വേറെ ആരോടും ഇത് പറയരുതെന്നെല്ലാം പറഞ്ഞ് അവളെ പിടിച്ചു വയ്ക്കുമ്പോഴത്തേക്കും അവളാണെങ്കിൽ ബഹളം വെക്കുന്ന കാരണം പുറകിൽ നിൽക്കുന്നവൻ അവളുടെ വായകം മൂടും. പക്ഷെ അവളാണെങ്കിലോ അവന്റെ കയ്യിലേക്ക് കടിച്ചിട്ട് ഇപ്പൊ അവനെ തള്ളി മാറ്റുന്നത് സോഫി നേരെ ആ കുഴിയിലേക്ക് വന്ന് വീഴും. അത്ര വലിയ കുഴിയല്ലാത്തത് കൊണ്ട് തന്നെ താഴെ വീണ സോഫിയുടെ കൈയും കാലും ഒടിഞ്ഞു പോകും. അതുമല്ല നമ്മുടെ സോഫി അലറി വിളിക്കുന്ന ആ ഒരു ശബ്ദം കേട്ട് റൂമിലുള്ള കെല്ലി ഉണ്ടല്ലോ, അവളിപ്പോൾ എഴുന്നേറ്റ് ഈ ഒരു തീയെല്ലാം കൂട്ടിയിട്ടേക്കുന്ന സ്ഥലത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഇവരെ ആരെയും അവിടെ കാണുന്നില്ല. അങ്ങനെ വീണ്ടും ഈ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് കെല്ലി ഇങ്ങനെ വരികയാണ്. അതേസമയം ഇവർ നാലുപേരും താഴേക്ക് വന്നിട്ട് ഈ കുടിയുടെ അടുത്തേക്ക് വന്നിട്ട് ഇപ്പൊ അവർ നാലുപേരും പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഇവളെ എന്ത് ചെയ്യും, എന്തെങ്കിലും ചെയ്തേ മതിയാവും എന്ന് പറയുമ്പോൾ ജോഷ് പറയും, വേറെ എന്ത് ചെയ്യാനാണ്, രക്ഷിക്കാനൊന്നും കഴിയത്തില്ല, ഇവളെ നമുക്ക് ഇവിടെ വെച്ച് കൊല്ലാന്ന് പറയും. അപ്പോഴാണ് ഇവരുടെ കൂടുതൽ റെനാൾഡ് എന്ന് പറഞ്ഞു ഒരുത്തനുണ്ട്, അവനാണെങ്കിൽ ഇത്തിരി പാവമാണ്. അവൻ പെട്ടെന്ന്, ജോഷ് ഈ അവസ്ഥയിൽ ഇവളെ ഇവിടെ വിട്ടിട്ട് പോകാൻ കഴിയത്തില്ല, നമുക്ക് ആംബുലൻസ് വിളിക്കാം, ഇവിടെ നിന്ന് ഇവളെ കൊണ്ടുപോകാന്ന് പറയുമ്പോൾ ജോഷ് പറയും, ഏയ് നിർത്ത്, നീ എന്തായി പറയുന്നേ, ആംബുലൻസുകാർ വന്നു, പോലീസ് വന്നു, എന്നിട്ട് എൻ്റെ മുഖത്ത് ഈ മുറിവ് എങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? എന്തായാലും അവർ കണ്ടുപിടിക്കും നമ്മൾ ഇവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് അത് സംഭവിച്ചതെന്ന്, അതുകൊണ്ട് നമ്മൾ 4 പേര് അകത്ത് പോകുമെന്ന് പറയുമ്പോൾ റെനോൾഡ് പറയും, നമ്മൾ 4 പേരോ, ഒരിക്കലുമില്ല, നീയാണത് ചെയ്തത് എന്നും പറഞ്ഞിട്ട് ജോഷിനെ കുറ്റപ്പെടുത്തുമ്പോൾ ഇപ്പൊ ജോഷ് മാത്രമേ അവളെ കൊല്ലണമെന്ന് പറയുന്നുള്ളൂ. ബാക്കി 3 പേരും അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇവർക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവളെ രക്ഷിച്ചുകൊണ്ട് പോയാലും ഇവർ 4 പേരും പീഡിക്കപ്പെടുമെന്നുള്ള കാര്യം അവർക്ക് അറിയാം. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ സോഫി ഇതിലൊരുത്തന്നെ നോക്കിയിട്ട് പറയുന്നുണ്ട്, പ്ലീസ് എന്നെ രക്ഷിക്കാനായിട്ട്. ഇവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ജോഷ് ഒരു കല്ലെടുത്ത് പാവം സോഫിയുടെ തലയിലേക്ക് ഇട്ട് അവളെയും കൊല്ലുകയാണ്. ഇവിടെ നമ്മുടെ കെല്ലി ആണെങ്കിലോ ഇതൊന്നും കാണുന്നില്ല, പക്ഷെ ആ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് അവൾ നടന്നു വരുന്നുണ്ട്. എന്നിട്ട് ആ മലയുടെ മുകളിലേക്ക് വന്ന് നിൽക്കുന്നതും ഇവിടെ താഴെ ജോഷ് അവളെ കൊന്നതിന് ശേഷം ആ ഒരു രക്തം എടുത്ത് അവന്റെ സുഹൃത്തുക്കളുടെ കയ്യിൽ ഇങ്ങനെ തേച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ 4 പേരും ഒരുമിച്ചാണ് ഈ കാര്യം ചെയ്തതെന്ന് പറയാൻ വേണ്ടി. എന്നിട്ട് ഇനിയിപ്പോൾ നിങ്ങളും കുറ്റക്കാരാണെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സോഫിയുടെ ശരീരം ഉണ്ടല്ലോ ഈ പാറയുടെ മുകളിൽ നിന്ന് താഴേക്ക് എറിയാൻ വേണ്ടി ഇവർ 4 പേരും അതിന് മുകളിലേക്ക് ഇങ്ങനെ കയറി നിൽക്കുന്നതും ഇവിടെ നമ്മുടെ കെല്ലി വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം കണ്ടു. അതുമല്ല ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവളുടെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു. അവൾ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഈ കാര്യവും അവൾ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യും. അതുമല്ല ഈ കാര്യം കണ്ട് കെല്ലി പേടിച്ചിനെ നിലവിളിക്കുമ്പോൾ ഇവർ 4 പേരും പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നതും കെല്ലി ആ പാറയുടെ അടുത്തായിട്ട് ഇങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ്. അപ്പൊ ഇത് അവർ കാണുന്നില്ല, പക്ഷെ അവർക്ക് മനസ്സിലായി ഇവിടെ ആരും ഉണ്ടെന്ന്. അതിൽ ജോഷ് പറയും അത് എന്തായാലും കെല്ലി ആയിരിക്കും, അവളിത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും പോലീസിനോട് പറയും അവളെ പിടിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും അവളുടെ പിറകെ ഓടുമ്പോൾ കെല്ലി ക്യാമറയും കൊണ്ട് ഓടല്ലേ. ഓടുന്ന വഴിക്കാണെങ്കിൽ അവൾ താഴേക്ക് വന്ന് വീഴുന്നുണ്ട്. അപ്പോഴാണ് അവളുടെ കയ്യിൽ നിന്ന് ആ ക്യാമറ തെറിച്ചു പോകുന്നത്. ഇത് കണ്ടാവുമ്പോൾ പറയും ആ ക്യാമറ എങ്ങനെയെങ്കിലും കൈക്കലാക്കണം എന്ന് പറയുന്നതും കെല്ലി ഇപ്പോഴും മുകളിലേക്ക് തന്നെ ഓടുകയാണ്. ഓടി ഓടി ഒരു പാറയുടെ അടുത്തേക്ക് വന്ന് ഒളിച്ചേനിരിക്കുന്നതും ഇവർ 4 പേരും ഈ പാറയുടെ മുകളിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് ജോഷ് പറയും, ശരി ഇനിയിപ്പോൾ നമ്മൾ 4 പേരും 4 വഴിക്ക് പോകണം, എന്നാലേ അവളെ കണ്ടുപിടിക്കാൻ കഴിയൂ. അപ്പോൾ ഇതിൽ റൊണാൾഡോ എന്ന് പറഞ്ഞാൽ അവൻ പിന്നെയും പറയുന്നുണ്ട്, അല്ല നമുക്കിതെല്ലാം വേണോ, നമുക്ക് പോവാന്ന് പറയുമ്പോഴത്തേക്കും ഇല്ല എന്തായാലും പോയാൽ മതിയാവൂ, അവളെ കണ്ടു കഴിഞ്ഞാൽ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവർ 4 വഴിക്ക് ഓടുമ്പോൾ നമ്മുടെ കെല്ലി അവിടെ നിന്ന് എഴുന്നേറ്റ് ഈ ക്യാമ്പ് ചെയ്തല്ലോ ആ സ്ഥലത്തേക്ക് ഇങ്ങനെ ഓടി വരാണ്. അവിടെ വരുമ്പോഴത്തേക്കും അതിലൊരുത്തൻ ഇവളെ കാണുന്നത് അത് വേറെ ആരുമല്ല റെനാൾഡാണ്. അവൻ കെല്ലിയെ കാണുമ്പോൾ ഇല്ലില്ല ഞാൻ നിന്നെ കണ്ടിട്ടില്ല, നീ ഇവിടെ നിന്ന് പോയിക്കോ എന്ന് പറയുന്നുണ്ട്. കാരണം അവനെ നമുക്കറിയാലോ, അവൻ ഒത്തിരി പാവപ്പെട്ട ഒരാളായതുകൊണ്ട് തന്നെ അവൻ ഇതൊന്നും ചെയ്യാനായിട്ട് തോന്നത്തില്ല. അങ്ങനെ അവിടെ നിന്ന് ഓടിയ കെല്ലി നേരെ ആ ഒരു റൂമിനടുത്തേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് അവളുടെ ബാഗും കാര്യങ്ങളെല്ലാം എടുക്കുകയാണ്. അപ്പോൾ ജോഷ് എല്ലാവരോടും പറയുന്നുണ്ട് ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ അവൾ റൂമിനകത്ത് കാണുമെന്നും പറഞ്ഞ് എല്ലാവരും അവിടേക്ക് ഓടുമ്പോൾ കെല്ലി ബാഗെല്ലാം എടുത്ത് വെളിയിലേക്ക് വന്ന് അവൾ ആ ഒരു മലയുടെ അടുത്തേക്കാണ് ഓടുന്നത്. കാരണം ഇവിടെ നിന്ന് എന്തായാലും പുറത്തേക്ക് പോകാനായിട്ട് അവളെ കൊണ്ട് കഴിയത്തില്ല. അങ്ങനെ ഓടി ഓടി ഇപ്പോൾ അവസാനം അടുത്ത ദിവസമായി. അങ്ങനെ കെല്ലി മലയുടെ മുകളിലേക്ക് ഓടുമ്പോഴത്തേക്കും ഇവർ 4 പേരും അവളെ കണ്ടിട്ട് കെല്ലി ആണെങ്കിൽ കിട്ടുന്ന വഴിയിലൂടെ എല്ലാം ഓടി ഓടി അവസാനം ഈ മലയുടെ താഴെ വന്ന് നിൽക്കുന്നതും ഓക്കെ അവൾ ഇവിടെ ഉണ്ട് ബാ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടേക്ക് വരുമ്പോൾ കെല്ലി ഈ ഗ്യാപ്പിൽ പെട്ടെന്ന് മലയിലേക്ക് പിടിച്ചാൽ കയറാണ്. കാരണം വേറെ ഒന്നല്ല, കെല്ലിക്ക് ഈ ക്ലൈംബിങ് നല്ലതുപോലെ തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഇവൾക്ക് കയറോ മറ്റു കാര്യങ്ങൾ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ ഈ ഒരു പേടിയിലാണ് അവൾ പെട്ടെന്ന് മുകളിലേക്ക് കയറുന്നത്. അപ്പോൾ കെല്ലി കയറുന്ന കണ്ടിട്ട് അവളുടെ പിറകെ തന്നെ ടൈലർ എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ കയറി പോകുന്നു. അങ്ങനെ അവൾ മുകളിലേക്ക് പോകുമ്പോൾ ഇവൻ പുറകെ വന്ന് ഒരവസരത്തിൽ അവളുടെ കാലിലേക്ക് പിടിക്കുന്നുണ്ടെങ്കിലും അവളൊരൊറ്റ ചവിട്ട് താഴെ വീഴത്തില്ല. എന്നിട്ട് കെല്ലി മുകളിലേക്ക് കയറുമ്പോൾ ഇവൻ വീണ്ടും പിടിച്ച് മുകളിലേക്ക് കയറാണ്. അങ്ങനെ കുറച്ചുകൂടി മുകളിലേക്ക് കയറിയ ടൈലർ കെല്ലിയുടെ കാലിലേക്ക് പിടിക്കുന്നതും അവളാണെങ്കിലോ അവന്റെ മുഖത്തേക്ക് ഒരു ഒറ്റ ചവിട്ട് അവന്റെ പിടി വിട്ട് നേരെ താഴേക്ക് വീണ് കാലിന്റെ എല്ലങ്ങ് പൊട്ടിപ്പോവും. വേദന കാരണം അവൻ താഴെ കിടന്ന് അലറി വിളിക്കുകയാണ്.
അപ്പോൾ ഇത് കണ്ട റൊണാൾഡോ പറയും, ഹേ ജോഷ്, ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും അവളെ നോക്കണ്ട, നമുക്ക് ഇവനെ കൊണ്ട് ആശുപത്രിയിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ജോഷ് പറയും അതൊരിക്കലും കഴിയത്തില്ല, കാരണം അവളുടെ ക്യാമറയിൽ നമ്മൾ 4 പേരുണ്ട്, അതുകൊണ്ട് നമ്മൾ 4 പേരും കുറ്റക്കാരാണ്. ഇപ്പോൾ അവളുടെ ക്യാമറ ഇല്ലാതെ നമുക്ക് പോകാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ടൈലറിനെ അവിടെ നിന്ന് പൊക്കിയെടുത്ത ആ ഒരു വീടുണ്ടല്ലോ അവിടേക്ക് കൊണ്ടുവരാണ്. എന്നിട്ട് അവൻ ഈ വേദനയ്ക്കുള്ള മരുന്നും കാര്യങ്ങളെല്ലാം കൊടുത്ത് അവൻ ആശ്വസിപ്പിച്ച് അവിടെ കിടത്തി. ഇവർ ബാഗും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് നേരെ മുകളിലേക്ക് ആ ഒരു മലയുടെ മുകളിലേക്ക് കയറാൻ പോവാണ്. അതേസമയം കെല്ലിയാണെങ്കിൽ കുറെ മുകളിലേക്ക് കയറിയിട്ട് ഇപ്പോൾ ഒരിടത്തിരുന്ന് അവളുടെ ബാഗിലുള്ള കാര്യങ്ങളൊക്കെ എടുക്കാണ്. കുറച്ച് വെള്ളമുണ്ട്, അതേപോലെ തന്നെ ബാഗ് തുറക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ താഴെ പോവും. കൂടാതെ അവൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ആ ഒരു ഷൂ മാറ്റി ക്ലൈംബിങ്ങിന് ഉപയോഗിക്കുന്ന ഷൂ, പിന്നെ കയ്യിലെ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പൊടി, അതെല്ലാം എടുത്ത് കയ്യിൽ തേക്കുന്നു. പിന്നെ അവളുടെ കയ്യിൽ കയറില്ല, പകരം ഈ ടൈറ്റ് ചെയ്ത് തേക്കുന്ന ഒരു ക്ലിപ്പ് പോലത്തെ ഒരു കാര്യമുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അവൾ ഇപ്പോൾ എത്രത്തോളം ഉയരത്തിലാണ് ഇരിക്കുന്നതെന്ന് കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് കണ്ടോ ദേ ഇത്ര ഉയരത്തിലാണ്. നമ്മളൊക്കെ ആണെങ്കിൽ തല ഇറങ്ങി എപ്പോൾ വീടെന്ന് ചോദിച്ചാൽ മതി. അതേസമയം താഴെ ജോഷ്, റൊണാൾഡ്, നേതൻ ഇവർ 3 പേര് താഴേക്ക് വന്നു മുകളിലേക്ക് കയറാൻ വേണ്ടി. അതുമല്ല നമ്മുടെ കെല്ലിയുടെ ഫോണാണെങ്കിലും താഴെ കിടപ്പുണ്ട്, അത് ഇവരെങ്കിൽ എടുത്തു വയ്ക്കും. എന്നിട്ട് ജോഷ് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് അവളുടെ പിറകെ പോകാം, കാരണം അവൾ അധികം മുകളിലേക്ക് പോകാൻ സാധ്യതയില്ല, കാരണം ഈ മലയ്ക്ക് അത്രയും ഉയരമുണ്ട്. അവൾ എത്രത്തോളം ഉയരത്തിലേക്ക് പോകുന്നു അത്രയും തണുപ്പായിരിക്കും അവിടെ. നമ്മൾ ചെന്നില്ല എന്നുണ്ടെങ്കിലും അവള് തണുത്തുറച്ച് അവിടെ വെച്ച് മരണപ്പെടും. അതുകൊണ്ട് നമുക്ക് അത്രയും റിസ്ക് കുറവാണ്. അതുമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇവർ പോകുന്ന വഴിയുണ്ടല്ലോ ആ വഴിയെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് നടന്നു പോകാനായിട്ടുള്ള വഴിയുണ്ട്. പക്ഷെ കെല്ലി പേടിച്ചു പോയതുകൊണ്ടാണ് ഈ പാറയിൽ പിടിച്ചിങ്ങനെ പോകുന്നത്. ക്ലൈംബ് ചെയ്യുന്നവർക്കായിട്ട് പ്രത്യേകം വഴിയുണ്ട്. എന്നിട്ടാണ് നമ്മുടെ ജോഷ് ഇപ്പോൾ ഇവരോട് പറയും, ശരി എൻ്റെ കയ്യുറകൾ ഞാൻ റൂമിൽ വെച്ചു, ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുമ്പോൾ റൊണാൾഡോ ഉണ്ടല്ലോ അവനിപ്പോൾ നേതനോട് പറയും, നേതൻ ഇവിടെ എന്താ നടക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് എന്തായാലും പോയി പോലീസിനോട് പറയാം. സത്യത്തിൽ ജോഷാണ് അവളെ കൊന്നത്, നമ്മളെല്ലാവരും അവളെ താഴെ ഇറക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ മരിച്ചുപോയി, ഈ കാര്യം നമുക്ക് എന്തായാലും പോലീസിനോട് പറയാം. അപ്പോൾ നേതൻ പറയും അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിൽ അവൾ കടിച്ചില്ലേ, ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും, എന്തായാലും കണ്ടുപിടിക്കുമെന്ന് പറയുമ്പോൾ റൊണാൾഡോ പറയും ഓക്കെ അവൾ കടിച്ചു, ശരി തന്നെയാണ്, അത് ജോഷ് അവളുടെ പിറകെ പോകാനായിട്ട് നിന്നെ ഭീഷണിപ്പെടുത്തി, അതുകൊണ്ടാണ് നീ ചെയ്തത് എന്ന് പറഞ്ഞാൽ മതി. അതുമല്ല ഇപ്പോൾ ജോഷ് നമ്മളോടൊപ്പം നിൽക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത് നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ കാര്യം ചെയ്തതെന്ന്, നമ്മളില്ലായിരുന്നെങ്കിൽ എന്ന് റൊണാൾഡോ പറയുമ്പോൾ നേതൻ പറയും അല്ല റൊണാൾഡോ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, നമ്മളെല്ലാവരും കുട്ടിക്കാലം മുതൽ തന്നെ ഒരുമിച്ചല്ലേ വളർന്നത്, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പരസ്പരം അറിയാം. പിന്നെ കുട്ടിക്കാലത്ത് നിന്നെ ഒരു കുട്ടി ഉപദ്രവിച്ചപ്പോൾ അന്ന് നിന്നെ രക്ഷിതാരാ ഈ ജോഷാണ്, അതൊരിക്കലും നീ മറക്കരുതെന്ന് പറയുമ്പോൾ അത് കുട്ടിക്കാലത്ത് സംഭവിച്ചത്, അതുപോലെയാണോ ഇപ്പോൾ. ഇതിന് മുന്നേ ജോഷ് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, അതിനെല്ലാം നമ്മൾ ഇതുപോലെ തന്നെയാണ് കൂട്ടി നിന്നിട്ടുള്ളത്. അപ്പോൾ ജോഷ് എന്ന് പറഞ്ഞവൻ നല്ലൊരു ക്യാരക്ടർ അല്ലാന്ന് നമുക്ക് എന്തായാലും മനസ്സിലായി. അപ്പോൾ നേതൻ പറയും ഇനിയിപ്പോൾ നീ ഒന്നും ചിന്തിക്കേണ്ട, 20 വർഷമായിട്ട് നമ്മൾ കൂട്ടുകാർ തന്നെയാണ്, അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് ശരി എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അങ്ങനെ ഈ കാര്യം പറഞ്ഞിട്ട് നേതൻ തിരിച്ച് ആ റൂമിനടുത്തേക്ക് നടന്നു വരുമ്പോൾ ജോഷ് പെട്ടെന്ന് ആ റൂമിനകത്ത് നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് നേതനെ കാണുമ്പോൾ അല്ല നിന്നോട് ഞാൻ അവിടെ നിൽക്കാനല്ലേ പറഞ്ഞു, നീ എന്താ ഇവിടേക്ക് വന്നേ, ഇല്ല നിന്റെ കയ്യുറ കിട്ടിയോ, അതെ കിട്ടി, ബാ പോവാന്ന് പറഞ്ഞിട്ട് ടൈലറിന് എന്താ സംഭവിച്ചേ, അവന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇവരവിടെ നിന്ന് തിരിച്ചു വരുന്നു. അതേസമയം ഇവിടെ കെല്ലിയാണെങ്കിലോ വീണ്ടും ഈ മലയുടെ മുകളിലേക്ക് തന്നെ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ കുറേ മുകളിലേക്ക് വന്നിട്ട് അവളുടെ കയ്യിൽ ഈ മലയുടെ മാപ്പുണ്ട്, അതെടുത്ത് വെച്ചിട്ട് അവൾക്ക് പോകാനുള്ള ഒരു വഴിയുണ്ടല്ലോ അതിങ്ങനെ മാർക്ക് ചെയ്യാണ്. അത് കഴിഞ്ഞ് അവൾ നേരെ മുകളിലേക്ക് വീണ്ടും കയറുന്നു. ഇപ്പൊ തന്നെ അവൾ എത്ര ഉയരത്തിലാണെന്ന് ഈ ഒരു സീൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതുപോലെ അവളുടെ കയ്യിലാണെങ്കിലോ കയറുമില്ല, പിടി വിട്ട് കഴിഞ്ഞാൽ നേരെ താഴെ പോവും. അങ്ങനെ അവൾ എന്താ ചെയ്യുന്ന വെച്ചാല് ഈ കൈ 2 വശത്തേക്ക് ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുന്നതും കാണിക്കുമ്പോഴത്തേക്ക് ഒരു പാമ്പ് ഇനി അനങ്ങി കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കെല്ലി ആ നിൽക്കുന്ന രീതിയിൽ തന്നെ അവിടെ തന്നെ അങ്ങ് നിൽക്കും. ആ പാമ്പ് അവളുടെ കൈന്റെ മുകളിലൂടെ കയറി ഇറങ്ങി പോകുന്നത് വരെയും അവിടെ തന്നെ നിന്ന് അത് കഴിഞ്ഞിട്ട് അവൾ വീണ്ടും മുകളിലേക്ക് കയറും. അതേസമയം താഴെ ഇവരെ 3 പേരെ കാണിക്കുമ്പോൾ അവരാണെങ്കിലോ ഈ കയറെല്ലാം ഉപയോഗിച്ചിട്ട് അവരുടെ ബാഗ് കാര്യങ്ങളെല്ലാം പതിയെ വലിച്ച് മുകളിലേക്ക് കയറ്റി പതിയാണ് ഇവർ മുകളിലേക്ക് പോകുന്നത്. അതുപോലെ ഇവരുടെ പ്ലാൻ എന്താണ്, കെല്ലിക്ക് മുന്നേ അവർക്ക് മുകളിലേക്ക് എത്തണം. അങ്ങനെയാണെങ്കിൽ കെല്ലി മുകളിലേക്ക് എത്തുന്നതിന് മുന്നേ ഇവർക്ക് അവളെ പിടിക്കാൻ കഴിയത്തുള്ളൂ. അവിടെ വെച്ചിട്ട് അവൾക്ക് താഴോട്ടോ മുകളിലോട്ടോ പോകാൻ കഴിയാതെ എന്തായാലും പെട്ടുപോകും. അങ്ങനെ കുറെ ദൂരം പോയതിനു ശേഷം നമ്മുടെ കെല്ലി കുറച്ച് മുകളിലായിട്ട് ഇതിന്റെ റെസ്റ്റ് എടുക്കാൻ നിൽക്കുന്നു. ഇവരും പകുതിയിൽ വെച്ചിട്ട് റെസ്റ്റ് എടുക്കാൻ നിൽക്കുന്നുണ്ട്. ഇവന്മാരാണെങ്കിൽ അവളെ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ കെല്ലി കയ്യിലിരിക്കുന്ന കുറച്ച് വെള്ളമുണ്ട്, അതെടുത്ത് ഇങ്ങനെ കുടിക്കും. പൂർണ്ണമായിട്ടും കുടിക്കത്തില്ല, കാരണം തീർന്നു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. എന്നിട്ട് അവൾ ആ ഒരു കുപ്പി എടുത്ത് ബാഗിന്റെ സൈഡിലേക്ക് തൂക്കിയിടും, ഉള്ളിലേക്ക് വെക്കത്തില്ല. എന്നിട്ട് വേറെ എന്തോ ഒരു കാര്യം എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഈ കുപ്പി നേരെ താഴേക്ക് പോകുന്നു. അതുപോലെ ഇവരിപ്പോൾ എത്ര ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം നമുക്കിപ്പോൾ കാണിച്ചു തരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ കെല്ലി പോവും കുറച്ചുകൂടി മുകളിലേക്ക് വന്നിട്ട് അവള് ഇതിനു മുന്നേ കയറിയ ആരുടെയോ കയർ അവിടെ കിടക്കുന്ന കാണും. അപ്പോൾ അതിലേക്ക് പിടിക്കാൻ വേണ്ടി അവളിങ്ങനെ നിൽക്കുകയാണ്. അതുമല്ല ഇപ്പോൾ അവൾ നിൽക്കുന്ന ഭാഗമാണെങ്കിൽ ഒരു കോണ് പോലത്തെ ഭാഗമാണ്, അതുകൊണ്ട് പെട്ടെന്ന് ആ ഒരു കയറിലേക്ക് പിടിക്കാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ കെല്ലി തൻ്റെ ബാഗിൽ നിന്ന് ഒരു കമ്പി അത് വെച്ച് ഈ ഒരു കയറിലേക്ക് എത്തി ആ കയറങ്ങ് പിടിക്കും. ഇപ്പോൾ അവളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഈ കയറിൽ പിടിച്ച് തൂങ്ങി മറുവശത്തേക്ക് ചെല്ലണം, അവിടുത്തെ കല്ലിലേക്ക് പിടിക്കണം. ഇപ്പോൾ അവിടേക്ക് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ
അറിയാലോ കെല്ലി നേരെ താഴേക്ക് വീഴും. അതുകൊണ്ട് തന്നെ കെല്ലി എന്താ ചെയ്യുന്ന വെച്ചാല് തന്റെ പഴയ കാര്യങ്ങൾ ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ ആലോചിച്ച് നോക്കാണ്. അത് ആലോചിച്ച് നോക്കി അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ചാടി ഒരു കല്ലേക്ക് പിടിക്കുന്നതും പിടി എന്തായാലും കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ജോഷും സുഹൃത്തുക്കളും കുറച്ച് മുകളിലേക്ക് കയറിയിട്ട് ഇപ്പോൾ നടന്നു പോകാനായിട്ട് വഴിയുണ്ടെന്ന് പറഞ്ഞല്ലോ, അതുവഴി പാറയുടെ മുകളിലേക്ക് ഇങ്ങനെ കയറുകയാണ്. അങ്ങനെ ഇവിടെ നമ്മുടെ കെല്ലി കുറച്ച് മുകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഇതിനു മുന്നേ ആരും യൂസ് ചെയ്ത ഒരു ടെന്റ് അവൾ കാണുന്നുണ്ട്. ഈ പാറയുടെ സൈഡിലേക്ക് തൂക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെന്റാണ്. അപ്പൊ അതിലേക്ക് കയറി ഇരിക്കാന്നും പറഞ്ഞ് അവൾ മുകളിലേക്ക് കയറുമ്പോൾ ഇവിടെ ഒരാൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു കല്ലിങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ കെല്ലി അതിലേക്ക് പിടിച്ച് കയറി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് എനിക്ക് കെല്ലിക്ക് മുകളിലേക്ക് കയറാൻ കഴിയില്ല. കാരണം അവളെ മറഞ്ഞു തന്നെ ഒരു വലിയ പാറ ഇങ്ങനെ നിൽപ്പുണ്ട്. അങ്ങനെ അവിടെ നിന്ന് കെല്ലിക്ക് ഇപ്പോൾ മുകളിലേക്ക് കയറാണ്ട് കഴിയുന്നില്ല. എന്തോ അവൾക്കൊരു പേടിയുള്ളതുപോലെ. ഇനിയിപ്പോൾ താഴെ വീഴോ എന്നുള്ളൊരു പേടി കാരണമായിരിക്കാം അവളെ കൊണ്ടത് കഴിയാതെ നിൽക്കുമ്പോൾ ഇവിടെ മുകളിൽ ജോഷും അവൻ്റെ സുഹൃത്തുക്കളും ഇപ്പോൾ ഒരിടത്തേക്ക് വന്നേരം നിൽക്കാണ്. പക്ഷെ അവിടെയാണ് ഒരു ട്വിസ്റ്റ്. വേറൊന്നുമല്ല, ഇവർ മൂന്നുപേരും വന്ന് നിൽക്കുന്ന ആ ഒരു പാറയുണ്ടല്ലോ, അതിന് തൊട്ട് താഴെയായിട്ടാണ് നമ്മുടെ കെല്ലി നിൽക്കുന്നത്. അങ്ങനെ ജോഷ് അവിടെ നിന്ന് ഇങ്ങനെ എത്തി നോക്കുന്നതും അവന് കാണാൻ കഴിയുന്നില്ല. പക്ഷെ അവന് മനസ്സിലായി കെല്ലി എന്തായാലും താഴെയുണ്ടത്. കാരണം ഇതുവഴി മാത്രമേ അവൾക്ക് ഇനി മുകളിലേക്ക് കയറാനായിട്ട് കഴിയത്തുള്ളൂ. എന്നിട്ട് ജോഷ് അവളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കെല്ലി മറുപടി ഒന്നും പറയത്തില്ല. അപ്പോഴേക്കാണ് ജോഷ് പറയുന്നത്, ശരി ഞങ്ങൾക്കിപ്പോൾ ആ ഒരു ക്യാമറ മാത്രം മതി, അത് മാത്രം നീ തന്നു കഴിഞ്ഞാലേ നിന്നെ ഞങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കയർ താഴേക്ക് ഇട്ട് കൊടുക്കും. പക്ഷേ എപ്പോഴും കെല്ലി ഒന്നും മിണ്ടത്തില്ല. അപ്പോൾ അവൻ ആ ഒരു കയറ് മുകളിലേക്ക് വലിച്ചെടുക്കുമ്പോൾ അതിൽ അവൾ ക്യാമറ കെട്ടിയിട്ടില്ല. അപ്പോൾ ജോഷിന് നല്ല ദേഷ്യമായിട്ട് അപ്പോൾ ജോഷ് പറയും ഇനി ഒരു അവസരം കൂടി തരാം എന്നും പറഞ്ഞിട്ട് ആ കയറ് വീണ്ടും താഴേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കെല്ലി ഇപ്പോൾ അത് വലിച്ചെടുത്ത് ഒരു പേപ്പറിൽ അവനെതിരെ ഒരു തെറി എഴുതി അതിലങ്ങ് കെട്ടിയിട്ട് കൊടുക്കും. ഇത് വലിച്ചെടുത്ത് അവൻ വായിക്കുന്നതും അടിപൊളി. ആൾറെഡി ഒരു സൈക്കോ സ്വഭാവമാണ് അവന്, ഇതുകൂടി വായിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ജോഷ് പറയും ശരി നീ അവിടെ തന്നെ ഇരുന്നോ, ഞങ്ങളും ഇവിടെ തന്നെ ഉണ്ടാവും, നീ എപ്പോൾ കയറി വരുന്നോ അപ്പോഴും മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് പോകത്തുള്ളൂ എന്ന് പറയുന്നതും ഇവിടെ കെല്ലിയാണെങ്കിലോ അവളുടെ കൈയെല്ലാം മുറിഞ്ഞിരിക്കുകയാണ്. അതിലെ ബാൻഡേജും മറ്റു കാര്യങ്ങളൊക്കെ ചുറ്റുന്നുണ്ട്. അങ്ങനെ മുകളിൽ റെനാൾഡ് നേതനും ഇവർ സംസാരിക്കുമ്പോൾ റെനാൾഡ് പറയുന്നുണ്ട് ഇത്രയും ഉയരത്തിൽ വന്നിട്ടും നമുക്കിപ്പോൾ നല്ല രീതിയിൽ തണുപ്പില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ ക്യാമറ കിട്ടിയാലും അവൻ ഒരിക്കലും അവളെ വെറുതെ ഇടാൻ പോകുന്നില്ല. അവളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടുപേരെയും അവൻ മുകളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അത് നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നമ്മുടെ കെല്ലിക്കാണെങ്കിലോ ഇവർ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും നല്ലതുപോലെ കേൾക്കാൻ കഴിയുന്നില്ല. അങ്ങനെ കെല്ലി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പാറയുടെ ഇടയിലേക്ക് ടൈറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു തരം ക്ലിപ്പുണ്ട്. ഇപ്പം അത് ഉപയോഗിച്ചിട്ട് അവിടെ തൂങ്ങി കിടക്കുന്ന ആ ഒരു ടെൻ്റ് ഉണ്ടല്ലോ, അതെങ്ങനെ നേരെയാക്കണം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു ടെൻ്റ് ഇപ്പോൾ ഒരു വിധത്തിൽ റെഡിയാക്കി. അതുപോലെ ഇപ്പോൾ രാത്രിയായി. എന്നിട്ട് അതിലിങ്ങനെ തൂങ്ങി കിടക്കാണ്. എന്നിട്ട് അവളാണെങ്കിലോ ആ ടെന്റിനകത്ത് കയറിയിരിക്കും. ഇവിടെ മുകളിലാണെങ്കിലോ അവർ രണ്ടുപേരും ജോഷിനോട് ചോദിക്കും അല്ല ടൈലറിന് എന്ത് സംഭവിച്ചു, അവനെ വിളിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുമില്ല ഇപ്പോൾ എന്തായാലും അവനെ വിളിക്കേണ്ട, കാരണം വിളിച്ചു കഴിഞ്ഞാൽ പോലീസ് എന്തായാലും നമ്മൾ ട്രേസ് ചെയ്യും. ഇപ്പോൾ ഇവളുടെ ഇതിൽ നിന്ന് ക്യാമറ കിട്ടി, അത് കഴിഞ്ഞിട്ട് നമുക്ക് അവനെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ ഇവിടെ കെല്ലിയെ കാണിക്കുന്നതും അവൾക്കാണെങ്കിൽ ഇപ്പോൾ കഴിക്കാൻ ഫുഡും ഇല്ല വെള്ളവും ഇല്ല, ആ അവസ്ഥയിൽ നിൽക്കുകയാണ്. മുകളിൽ ഇവരാണെങ്കിലോ താഴെ നിന്ന് വരുമ്പോൾ തന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ നല്ലതുപോലെ ആഹാരമെല്ലാം കഴിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ നേതൻ കെല്ലിയുടെ ഫോൺ ഓപ്പൺ ചെയ്തിട്ട് അത് ജോഷിനെ കൊണ്ടുവന്ന് കാണിച്ചതേ ഇത് നോക്ക്, ഇത് അവളുടെ കാമുകനാണ്. അവൾ ഇവിടെ വരാൻ കാരണം എന്താണെന്നറിയോ, അവളുടെ കാമുകനും ഇവിടെ വെച്ചാണ് മരണപ്പെട്ടത്. നാളെയാണ് അവൻ മരിച്ചിട്ട് 1 വർഷം ആവുന്നത്, അതുകൊണ്ടാണ് അവളിലേക്ക് വന്നതെന്ന് പറയുന്നത്. ഇവിടെ കെല്ലിയെ കാണിക്കുമ്പോൾ അവളുടെ കയ്യിലാണെങ്കിലോ ഒരു ചോക്ലേറ്റ് ഉണ്ട്, അത് മാത്രം എടുത്ത് കഴിച്ചിപ്പോൾ ആ ടെന്റിനകത്ത് കിടന്ന് ഉറങ്ങാണ്. അതുപോലെ മൂടാനാണെങ്കിൽ പുതപ്പുമില്ല, നല്ല തണുപ്പുമുണ്ട്. അങ്ങനെ കിടക്കുമ്പോഴത്തേക്കും ഇവർ മൂന്നൊരു മുകളിൽ എന്താ ചെയ്യുന്നറിയോ, അവിടെ പാറയിൽ ഒരു ക്ലിപ്പ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് അതിലൂടെ ഒരു കയറ് ഇറക്കി ആ കയറിൻ്റെ അടുത്തൊരു ബാഗും ആ ബാഗിനുള്ളിൽ ഇവർ കൊണ്ടുവന്ന വെയിറ്റുള്ള സാധനങ്ങളെല്ലാം കയറ്റി അതെടുത്ത് താഴേക്കിടും. എന്നിട്ട് ആ ഒരു ബാഗ് ഉണ്ടല്ലോ അതിങ്ങനെ ആട്ടിവിട്ട് കെല്ലിയുടെ ദേഹത്തേക്ക് കൊള്ളിക്കണം. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇവരിപ്പോൾ ചെയ്യുന്നത്. പക്ഷെ കെല്ലി ഈ ടെന്റിനുള്ളിലാണെന്നുള്ള കാര്യം ഇവർക്ക് അറിയത്തില്ല. അങ്ങനെ ഇവർ 1-2 തവണ അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ കെല്ലിക്ക് നല്ലതുപോലെ പരിക്ക് പറ്റുന്നുണ്ട്. 3ാമത്തെ തവണ അവൾ ആ ഒരു ടെന്റിൽ നിന്ന് താഴേക്കൊന്ന് വീഴുന്നു. പക്ഷെ ആ ടെന്റിൽ തന്നെ തൂങ്ങിക്കിടക്കും. അങ്ങനെ ഇവർ ഒരു തവണ കൂടി ബാഗ് എടുത്ത് ഇങ്ങനെ അടിക്കുന്നതും കെല്ലി ഇപ്പോൾ അവസാനം ആ ഒരു ബാഗിൽ തൂങ്ങിക്കിടക്കും. അപ്പോഴാണ് നമ്മുടെ ജോഷ് വെയിറ്റ് ഉണ്ടല്ലോ അത് കാരണം താഴേക്ക് നിൽക്കുമ്പോൾ കെല്ലി ബാഗിൽ കിടക്കാണ്. ഇത് കണ്ട ജോഷ് പറയും അവളെ മുകളിലേക്ക് വലിച്ചെടുക്കാൻ പറയുന്നതും ഇവരങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് ജോഷ് പെട്ടെന്ന് ആ ഒരു കയറുണ്ടല്ലോ അതങ്ങ് കട്ട് ചെയ്ത് വിട്ട് കൊടുക്കുകയാണ്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് നമ്മുടെ കെല്ലി ആ പാറയിൽ പിടിച്ചതിനെ തൂങ്ങി കിടക്കുന്നതും ആ ഒരു ബാഗ് എന്തായാലും താഴേക്ക് പോയി അവൾ രക്ഷപ്പെട്ടു. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കെല്ലി വീണ്ടും ആ ഒരു ടെന്റിനകത്തേക്ക് കയറിയിട്ട് ഒന്നും അറിയാത്തതുപോലെ തന്നെ അവിടെ കിടക്കാണ്. അപ്പോഴേക്കാണ് അവൾ ഉറങ്ങി കിടക്കുമ്പോൾ എന്തൊരു ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് കാണിക്കുമ്പോൾ നേതനുണ്ടല്ലോ അവനിപ്പോൾ താഴേക്ക് വന്നൊരു കത്തി ഉപയോഗിച്ച് ഈ ഒരു ടെന്റ് കുത്തി അങ്ങനെ കീറിയിട്ട് അവളെ പിടിച്ച് വെളിയിലേക്ക് ആക്കിയിട്ട് ആ ക്യാമറ എവിടെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അപ്പോൾ കെല്ലി പറയും അതെൻ്റെ ബാഗിലാണെന്ന് പറയുന്നതും ഇവൻ ബാഗ് എടുക്കാനായിട്ട് ഉള്ളിലേക്ക് വരുമ്പോൾ ആ ടെന്റിനകത്തൊരു കത്തി ഉണ്ടായിരുന്നു. അത് വെച്ച് കെല്ലി അവൻ്റെ ദേഹത്തേക്ക് 1-2 തവണ കുത്തി കൊടുക്കും. എന്നിട്ട് അവനെ ചവിട്ടി താഴേക്കിടുന്നത്. ഇപ്പോൾ രണ്ടുപേരും ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കെല്ലി അവൻ്റെ കാലിൽ പിടിച്ച് തൂങ്ങി കിടക്കുന്നു.
അവളുടെ കയ്യിലാണെങ്കിൽ ബാഗും ഉണ്ട്, അവനാണെങ്കിൽ ആ ഒരു കയറിലും. അപ്പോഴാണ് നമ്മുടെ കെല്ലി നേതനോട് പറയുന്നത്, ദേ നോക്ക്, നമുക്ക് രണ്ടുപേർക്ക് എന്തായാലും രക്ഷപ്പെടാൻ കഴിയത്തില്ല. ഇനിയിപ്പോൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എന്നെ ഈ പാറയുടെ മുകളിലേക്ക് ആക്കണം, അതല്ലാതെ വേറെ വഴിയില്ല എന്ന് പറയുമ്പോൾ നേതൻ ഇപ്പോൾ മുകളിലേക്ക് വിളിച്ചു പറയാണ്. ജോഷ് മുകളിലേക്ക് വലിക്കാൻ പറയുന്നതും ഇവരിപ്പോൾ മുകളിലേക്ക് കയറ് വലിച്ചു കയറ്റും. അങ്ങനെ ഇവർ പതിയെ പതിയെ വലിച്ചവരെ മുകളിലേക്ക് എടുക്കുന്നതും കെല്ലിയും കൂടി മുകളിലേക്ക് വരുമ്പോൾ ജോഷ് വന്ന് അവളുടെ മുടിയിലേക്ക് പിടിക്കുകയാണ് ആ ഒരു ക്യാമറ എടുക്കാൻ വേണ്ടി. അപ്പോൾ വേദന കാരണം നമ്മുടെ കെല്ലി തൻ്റെ കയ്യിലുള്ള ആ കത്തി ഉപയോഗിച്ചിട്ട് അവൻ്റെ ഗ്ലൗസ് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കും. കയ്യിലാണ് വെട്ടുന്നത്, പക്ഷേ ഗ്ലൗസ് കീറി. അവൾ പിടിവിട്ട് നേരെ താഴേക്ക് വീഴുന്നു. പക്ഷെ അവളുടെ കഴുത്തിലുള്ള അവളുടെ കാമുകന്റെ മാല ജോഷിന്റെ കയ്യിലാണുള്ളത്. കെല്ലിയാണെങ്കിലോ നേരെ താഴേക്ക് ആ ഒരു ടെന്റിൽ തന്നെ തൂങ്ങിക്കിടക്കും. അതുമല്ല അവളുടെ കയ്യിലുള്ള ആ ഒരു കത്തി ഉണ്ടല്ലോ, അതും ഈ പാറയുടെ സൈഡിൽ കുത്തി ഇങ്ങനെ ഇരിക്കും. അങ്ങനെ നമ്മുടെ കെല്ലി ടെന്റിൽ കിടന്നിങ്ങനെ തൂങ്ങിയിട്ട് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. അതുപോലെ ഈ ടെന്റ് ആണെങ്കിലോ ഒരൊറ്റ ക്ലിപ്പിലാണല്ലോ ഹാങ് ചെയ്ത് നിർത്തിയേക്കുന്നത്, അതും പതിയെ ഊരുന്നു. അങ്ങനെ കെല്ലി നേരെ ആ ഒരു പാറയുടെ മുകളിലേക്ക് കയറുന്ന ആ ഗ്യാപ്പിൽ തന്നെ ഈ ടെന്റ് അതഴിഞ്ഞ് നേരെ താഴേക്കൊന്ന് വീഴാണ്. ജസ്റ്റ് മിസ്, അവൾക്ക് ഒരു കുഴപ്പം സംഭവിച്ചില്ല. എന്തായാലും കെല്ലിയുടെ ബാഗ് അവളുടെ കയ്യിൽ തന്നെ ഉണ്ട്. അങ്ങനെ നേരെ മുകളിലേക്ക് വന്നിട്ട് അവൻ എന്തായാലും ക്യാമറ കിട്ടിയില്ല, പക്ഷെ അവളുടെ കയ്യിൽ നിന്നും കുറച്ച് കുത്തുകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇവരുടെ കയ്യിലാണെങ്കിലോ മരുന്നും കാര്യങ്ങളൊന്നുമില്ല, കാരണം ആ ഒരു ബാഗാണ് താഴേക്ക് പോയത്. അപ്പോഴാണ് റൊണാൾഡ് പറയുന്നത്, ജോഷ് നമുക്ക് എന്തായാലും ഇതിവിടെ വെച്ച് നിർത്താം, നമുക്കിനി താഴേക്ക് പോകാം, കാരണം അവൾക്ക് ഇനി മുകളിലേക്കും പോകാൻ കഴിയത്തില്ല, താഴേക്കും വരാൻ കഴിയത്തില്ല. ഒരുപക്ഷെ അവൾ താഴേക്ക് വീണ് കഴിഞ്ഞാലും അവളുടെ കയ്യിൽ ആ ഒരു ബാഗ് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് താഴേക്ക് പോകാമെന്ന് പറയുമ്പോൾ ജോഷ് നേതനോട് ചോദിക്കും, നേതൻ നീ ഇത് സമ്മതിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അതെ, എന്നെ എന്തായാലും നിങ്ങൾ താഴേക്ക് കൊണ്ടുപോകും, എനിക്ക് നല്ല പരിക്കുണ്ട് എന്ന് പറയുന്നതും ഇത് കേട്ട ജോഷ് പറയും, ശരി, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നാളെ രാവിലെ തന്നെ താഴേക്ക് ഇറങ്ങാൻ പോവാണ് എന്ന് പറയുമ്പോഴത്തേക്കാണ് അത് കേൾക്കുന്നവർക്ക് കുറച്ചെങ്കിലും ആശ്വാസമാവുന്നത്. ഇവിടെ കെല്ലിയെ കാണിക്കുമ്പോൾ അവൾ ആ ഒരു പാറയിൽ ഇതുപോലെ കാല് മാത്രം ഇങ്ങനെ മടക്കി തണുപ്പ് കൊണ്ടിങ്ങനെ ഇരിക്കുന്നു, കാരണം ടെന്റോ ഇല്ല, ഒന്നുമില്ല. അപ്പോഴാണ് മുകളിൽ നേതൻ റൊണാൾഡിനെ വിളിച്ചിട്ട്, ജോഷ് ഉറങ്ങി കിടക്കാണ്, എന്നിട്ട് റൊണാൾഡിനോട് പറയുന്നുണ്ട്, നീ എന്നെ എങ്ങനെയെങ്കിലും താഴേക്ക് കൊണ്ടുപോകും, കാരണം എൻ്റെ ശരീരത്തിൽ നിന്ന് രക്തമല്ല ഒരുപാട് പോയിട്ടുണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും റൊണാൾഡ് പറയും, ഹേയ്, താഴെ നിന്നും ടൈലർ ഇപ്പോൾ ആരെങ്കിലും സഹായത്തിനായിട്ട് വിളിച്ചിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ നേതൻ പറയും, ഇല്ല, അതൊരിക്കലുമില്ല, ഇപ്പോൾ തന്നെ 24 മണിക്കൂർ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീ പറഞ്ഞതുപോലെ ആ ഒരു സുരക്ഷാ ടീം ഇവിടേക്ക് വരേണ്ട സമയവും കഴിഞ്ഞിട്ടുണ്ട്. അതുമല്ല, ജോഷ് കൈറോൾ എടുക്കാൻ പോയപ്പോൾ ഞാൻ ടൈലറിനെ പറ്റി ചോദിച്ചിരുന്നു, പക്ഷെ അവൻ എന്നോടൊന്നും മിണ്ടിയില്ല. എനിക്ക് തോന്നുന്നു അവൻ ടൈലറിനെ കൊന്നു. ഇതുകൂടി ആകുമ്പോഴത്തേക്കാണ് രണ്ടുപേരും മനസ്സിലാക്കുന്നത് അവൻ എത്ര വലിയ സൈക്കോ ആണെന്ന്. അപ്പോൾ നേതൻ പറയും, റൊണാൾഡ്, അവൻ്റെ കയ്യിൽ ഒരു വാച്ച് ഉണ്ട്, അതിൽ നീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സുരക്ഷാ ടീമിന് ആ ഒരു സിഗ്നൽ പോവും, അവർ രക്ഷപ്പെടുത്താനായിട്ട് ഇവിടേക്ക് വരും, അത് നീ ചെയ്യാൻ പറയുമ്പോൾ. അങ്ങനെ റൊണാൾഡ് അവൻ്റെ അടുത്തേക്ക് വന്ന് ആ ഒരു വാച്ചിലേക്ക് തൊടാൻ വരുമ്പോൾ പെട്ടെന്ന് ജോഷ് അവൻ്റെ കയ്യിലേക്ക് കയറി പിടിച്ചിട്ട്, അല്ല, സമയം നോക്കാനാണെങ്കിൽ നീ എന്നോട് ചോദിച്ചാൽ മതി, പിന്നെ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ഞാൻ കേട്ടിരുന്നു എന്നും പറഞ്ഞ് റൊണാൾഡിനെ ആ ഒരു പാറയിൽ നിന്നും താഴേക്ക് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ നേതൻ പെട്ടെന്ന് അതങ്ങ് തടയും. അപ്പോഴാണ് ജോഷ് അവിടെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കെല്ലിയോട് പറയുന്നത്, ഓക്കെ, ഇത്രയും നേരം ഞാൻ പറഞ്ഞിട്ടും നീ ഒന്നും പ്രതികരിച്ചില്ല, ഇനി നിനക്ക് ഒരവസരം കൂടി തരാം, ആ ഒരു ക്യാമറ നീ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാലേ നീ ചോദിക്കുന്ന പണം ഞാൻ നിനക്ക് തരും എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ കെല്ലി ഒരിക്കലും അതിൽ നിന്ന് പിന്മാറത്തില്ല. അവള് അതേപോലെ തന്നെ ഉറച്ചു തന്നെ ഇരിക്കുകയാണ്. എന്തായാലും അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നെടുക്കട്ടെ എന്നുള്ള രീതിയിലാണ് കെല്ലി അവിടെ ഇരിക്കുന്നത്. അങ്ങനെ അവൻ വീണ്ടും മുകളിലേക്ക് പോയി കിടന്നിട്ട് കുറേ കഴിഞ്ഞ് നേതനുണ്ടല്ലോ, അവനിപ്പോൾ പതിയെ എഴുന്നേറ്റ് മൂത്രം ഒഴിക്കാനായിട്ട് ആ പാറയുടെ അറ്റത്തേക്ക് ഒന്നിങ്ങനെ നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് പുറകിലൂടെ ജോഷ് വന്ന് ഒരു ചുറ്റിയിലെടുത്ത് അവൻ്റെ തലയിലേക്ക് ഒരു ഒറ്റ അടി എന്നിട്ട് അവനെ തള്ളി ഇങ്ങനെ താഴേക്കിടും. കൂടാതെ അവൻ്റെ ബാഗ് കൊടുത്ത് താഴേക്കിടുന്നുണ്ട്. അപ്പോൾ അവൻ താഴേക്ക് വീഴുന്ന ഈ കാര്യം നമ്മുടെ കെല്ലി കാണും. എന്നിട്ട് അവനൊന്നും അറിയാത്തതുപോലെ അവിടെ പോയി കിടന്ന് ഉറങ്ങുന്നതും കുറച്ച് കഴിഞ്ഞ് നമ്മുടെ റൊണാൾഡ് കണ്ണു തുറന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, നേതൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ജോഷ് പറയും, അവന് നമ്മളോടൊപ്പം നിൽക്കാനായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഇപ്പം തന്നെ താഴേക്ക് പോയിട്ടുണ്ട്, നാളെ രാവിലെ താഴെ എത്തുമെന്നാണ് പറഞ്ഞത്, നമുക്ക് എന്തായാലും നാളെ രാവിലെ ഇവിടെ നിന്ന് പോവാം, നീ എന്നോടൊപ്പം നിൽക്കത്തില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ റൊണാൾഡ് അവന് വിശ്വസിക്കാനും കഴിയുന്നില്ല, വിശ്വസിക്കാതിരിക്കാനും കഴിയത്തില്ല, കാരണം ഇവൻ്റെ സ്വഭാവം അങ്ങനെയാണല്ലോ. എന്നിട്ടാണ് പെട്ടെന്ന് നമ്മുടെ റൊണാൾഡ് എഴുന്നേറ്റ് ഇപ്പോൾ ജോഷിനോട് പറയും, ശരി, ഞാൻ എന്തായാലും താഴേക്ക് പോവാം, കാരണം ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അവൾ ഒരിക്കലും പേടിക്കില്ല, നീ ചെന്ന് കഴിഞ്ഞാൽ നിന്നെ കണ്ട അവൾ എന്തായാലും പേടിക്കും, അതുമല്ല അവളോട് കാര്യങ്ങൾ സംസാരിച്ച് ക്യാമറ വാങ്ങിയതിനു ശേഷം ഞാൻ എന്തായാലും അവളെ കൊല്ലും, അതുകൊണ്ട് ആ ചുറ്റിയിൽ നീ എനിക്ക് തരാൻ പറഞ്ഞിട്ട് റൊണാൾഡ് ആ ഒരു ചുറ്റിലും വാങ്ങി ഇപ്പോൾ താഴേക്ക് ഇറങ്ങി ചെല്ലുന്നു. അപ്പോൾ റൊണാൾഡ് താഴേക്ക് വരുന്നത് കാണുന്നത് കെല്ലി നല്ലതുപോലെ പേടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റൊണാൾഡ് പറയും, ഇല്ല കെല്ലി, നീ പേടിക്കേണ്ട ആവശ്യമില്ല, നിന്നെ ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, അതെ കുറച്ച് ഫുഡുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ കുറച്ച് ഫുഡെല്ലാം ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് അവളോട് ചോദിക്കുന്നത്, നീ എന്തായാലും ആ ക്യാമറ എനിക്കിതാ, ഇല്ലാന്നുണ്ടെങ്കിൽ അവൻ താഴേക്ക് ഇറങ്ങി വരും, അവൻ താഴേക്ക് ഇറങ്ങി വന്നാൽ നിന്നെ എന്തായാലും കൊല്ലും, ഇപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നറിയോ, ക്യാമറയും വാങ്ങി മുകളിലേക്ക് ചെന്നിട്ട് ഞാൻ അവനോട് പറയും നിന്നെ ഇവിടെ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കൊന്നുവെന്ന്. അത് വിശ്വസിച്ച് അവൻ എന്തായാലും താഴേക്ക് പോകും, ഞങ്ങൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ നിനക്ക് മുകളിലേക്ക് പോവാം, ഒരു കുഴപ്പമുണ്ടാവത്തില്ല, പിന്നെ ക്യാമറ അത് ഞാൻ തന്നെ കയ്യിൽ വെച്ചേക്കാന്ന് പറയുമ്പോൾ അപ്പോൾ കെല്ലി ചോദിക്കും, അല്ല ഞാൻ നിന്നെ എങ്ങനെ വിശ്വസിക്കുമെന്ന് ചോദിക്കുമ്പോൾ വിശ്വസിച്ചാൽ മതിയാവൂ, വേറെ വഴിയില്ല,
അതുമല്ല നേതനില്ലേ നിന്നെ നേരത്തെ ആക്രമിക്കാനായിട്ട് താഴേക്ക് വന്നവൻ, അവനിപ്പോൾ മലയുടെ താഴേക്ക് പോയിട്ടുണ്ട്. അവൻ താഴെ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും സഹായത്തിനായിട്ട് ആളെ വിളിക്കും. അതുകൊണ്ട് ജോഷും ഇവിടെ നിൽക്കാൻ പോകുന്നില്ല. അതുമല്ല നീ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അവൻ അവരോട് പറയുമ്പോൾ കെല്ലി പറയും അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അതെന്തുപറ്റി? കാരണം കുറച്ചു മുന്നേ നിന്റെ സുഹൃത്ത് അവൻ മരിച്ച് താഴേക്ക് വീണതേ ഉള്ളൂ. അപ്പോൾ റൊണാൾഡോ പറയും ഇല്ലില്ല, അവൻ താഴേക്ക് പോയതാണ്, സഹായത്തിനായിട്ട് ആളെ വിളിക്കുമെന്ന് പറയുമ്പോൾ അപ്പോൾ നീ അറിഞ്ഞില്ലല്ലേ, നിന്റെ സുഹൃത്ത് അവനെ കൊന്ന് താഴേക്കിട്ടു, ഞാൻ ഇതെല്ലാം ഇവിടെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ റൊണാൾഡോ പറയും ശരി, അങ്ങനെയാണെങ്കിൽ നീ ക്യാമറ മെമ്മറി നീ തന്നെ വെച്ചോ, മുകളിലേക്ക് ചെന്ന് അവനോട് കാര്യങ്ങൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കാം എന്ന് പറയുന്നതും ഇത് കെല്ലിക്ക് ഓക്കെ ആയിട്ട് തോന്നി അവൾ ആ ഒരു ക്യാമറ എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് മെമ്മറി അവൾ തന്നെ വെച്ചേക്കും. എന്നിട്ട് റൊണാൾഡോ കെല്ലിയോട് പറയും ശരി, നീ നല്ലതുപോലെ നിലവിളിക്കാൻ പറയുമ്പോൾ അവൾ നിലവിളിക്കാണ്, കാരണം അവളെ കൊന്നെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ശബ്ദം കേൾക്കുന്നതും ജോഷ് റൊണാൾഡിനെ വലിച്ച് മുകളിലേക്ക് കൊണ്ടുവരും. അങ്ങനെ റൊണാൾഡ് മുകളിലേക്ക് കയറുമ്പോൾ ജോഷ് ആദ്യം തന്നെ ചോദിക്കുന്ന ആ ഒരു ക്യാമറ എവിടെയെന്നാണ്. അപ്പോൾ റൊണാൾഡ് പറയും എന്റെ കയ്യിലുണ്ടെന്ന് പറയുമ്പോഴാണ് അവനെ മുകളിലേക്ക് വലിച്ചു കയറ്റുന്നത് തന്നെ. എന്നിട്ട് ആദ്യം തന്നെ അവൻ ക്യാമറ എടുത്ത് ഓണാക്കി നോക്കുമ്പോൾ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് മെമ്മറി ഇല്ല എന്നുള്ള കാര്യം ജോഷ് മനസ്സിലാക്കി. റൊണാൾഡ് മെമ്മറി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അതെനിക്കറിയത്തില്ല, ഒരുപക്ഷെ നമ്മൾ അവള് പറ്റിച്ചു കാണും, മെമ്മറി കാണാൻ അവളുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവൻ പെട്ടെന്ന് ഫോൺ എടുത്ത് ടൈലറിനെ വിളിക്കാണ്. ടൈലറിനെ വിളിക്കുമ്പോഴത്തേക്ക് അവന്റെ ഫോൺ ഇവിടെ നിന്ന് റിംഗ് ആവുന്നു. ഇതുകൂടി ആവുന്നത് റൊണാൾഡ് ടൈലറിന് എന്താ സംഭവിച്ചേ, അവനെന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ജോഷ് ഓടി ചെന്നിട്ട് റൊണാൾഡോയിട്ട് ഫൈറ്റ് ചെയ്ത് റൊണാൾഡിനെ അവനോടൊപ്പം പിടിച്ചെടുക്കാൻ കഴിയത്തില്ല. അവസാനം റൊണാൾഡിനെ അടിച്ച് താഴെക്കിട്ട് അവന്റെ കൈയും കാലും ആ ഒരു ചുറ്റിയിൽ ഉപയോഗിച്ച് അടിച്ച് പൊട്ടിക്കുന്നു. അതേപോലെ തന്നെ റൊണാൾഡിനെ അങ്ങനെ കൊന്നിട്ട് അവനെ തീ കത്തിച്ച് ആ കയറിൽ ഇങ്ങനെ കെട്ടിത്തൂക്കി ഇട്ട് കൊടുക്കും. അത് കെല്ലിയുടെ മുന്നിൽ. അത് കഴിഞ്ഞ ആ ഒരു കയറ് മുറിച്ചു വിടുന്നതും അവന്റെ ശരീരം താഴെ പോയി. ഇപ്പൊ നല്ലവനായിട്ടുള്ളത് അവൻ മാത്രമായിരുന്നു. പാവ അവനെ കൊന്നു. എന്നിട്ടിപ്പോ നമ്മുടെ ജോഷ് അവനോട് പറയും കെല്ലി നീ അവിടെ തന്നെ ഇരുന്നു, ഇനി നിന്റെ അടുത്തേക്ക് വരാൻ പോകുന്നത് ഞാനാണെന്നും പറഞ്ഞിട്ട് അവൻ റെഡി ആവുന്നതും ഇവിടെ നമ്മുടെ കെല്ലി നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു കത്തി ഉണ്ടല്ലോ അത് കുറച്ച് ദൂരെയായിട്ടിരിക്കുന്ന അവൾ കാണുന്നത്. അങ്ങനെ ആ ഒരു കത്തി എടുക്കാൻ വേണ്ടി അവൾ പതിയെ ആ ഒരു പാറയെടുത്തു നിന്നും ഈ കത്തി ഇരിക്കുന്ന ഭാഗത്തേക്ക് ചെന്ന് ഒരു വിധത്തിൽ ആ ഒരു കത്തി അങ്ങ് എടുക്കുന്നുണ്ട്. എന്നിട്ട് കത്തിയെടുത്ത് തിരിച്ച് അവൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കാണ് അവിടേക്ക് വീണ്ടും ഒരു പാമ്പ് ഇങ്ങനെ ഇറങ്ങി വരുന്നു. അങ്ങനെ അവൾ നോക്കി നിൽക്കുമ്പോഴത്തേക്കാണ് ആ പാമ്പ് അതിന് മുകളിലായിട്ട് ചെറിയൊരു ഹോളുണ്ട്, അതിനുള്ളിലേക്ക് കയറിപ്പോവും. ആ ഒരു പാമ്പിന്റെ കൂടാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ കെല്ലി റൊണാൾഡ് കൊടുത്ത ആ ഒരു ഫുഡും കഴിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കുമ്പോൾ ഒരു കയറ് താഴേക്ക് ഒന്ന് വീഴാണ്. എന്താന്ന് വെച്ചാല് ജോഷ് ഇപ്പോൾ താഴേക്ക് ഇറങ്ങാണ്. അങ്ങനെ അവൻ പെട്ടെന്ന് താഴേക്ക് ചാടി ഇറങ്ങി നമ്മുടെ കെല്ലിയുടെ അടുത്തേക്ക് വരുമ്പോൾ അവൾക്കാണെങ്കിൽ ഒരു കൈ കൊണ്ട് പാറയിലും പിടിക്കണം, ഒരു കൈ കൊണ്ട് കത്തിയും പിടിക്കണം, ഇല്ലാതെ അവൾക്ക് നിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ജോഷിന് അത് എളുപ്പമാണ്. അതുമല്ല അവളുടെ കൈ പിടിച്ച് ആ പാറയിലേക്ക് 2-3 തവണ ഇടിച്ചിട്ട് കെല്ലിയുടെ കാലും മുറിക്കുന്നു. എന്നിട്ട് അവളോട് ചോദിക്കും ആ മെമ്മറി എവിടെ, അതെവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൾ പറയും ദേ അവിടെ ആ ഒരു ഹോളില്ലേ അതിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇത് കേൾക്കേണ്ട താമസം മണ്ടൻ ജോഷ് നേരെ ചെന്നിട്ട് ആ ഒരു ഹോളിലേക്ക് കൈയിട്ട് കൊടുക്കും. അതിനകത്ത് ആ ഒരു പാമ്പുണ്ടായിരുന്നല്ലോ അത് അവന്റെ കയ്യിലേക്ക് ഒരു ഒറ്റക്കടി നല്ല ഉഗ്രവിഷമുള്ള ഒരു പാമ്പായിരുന്നു. പെട്ടെന്ന് തന്നെ ആ ഒരു വിഷം അവന്റെ കയ്യിലേക്ക് കയറുന്നുണ്ട്. അങ്ങനെ ആ ദേഷ്യം കാരണം അവൻ വീണ്ടും കെല്ലിയുടെ അടുത്തേക്ക് വന്ന് അവളെ പിടിച്ചു വെച്ച് നല്ലതുപോലെ അവളെ ഇടിക്കുകയാണ്. അതുപോലെ അവളുടെ ദേഹം മുറിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് അവന്റെ അടുത്തേക്ക് വന്ന് അവളുടെ കഴുത്ത് ഞെരിച്ച് അവളെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ കെല്ലി ഒരു കാര്യം ചെയ്യുന്നത്, അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു കത്തി പിടിച്ചു വാങ്ങി അവൻ തൂങ്ങി നിൽക്കുന്ന ആ ഒരു കയറുണ്ടല്ലോ അതങ്ങ് കട്ട് ചെയ്ത് വിട്ടു കൊടുക്കും. ഇവൻ പിടിവിട്ട് നേരെ കെല്ലി നിൽക്കുന്ന ആ ഒരു പാറയിൽ തൂങ്ങി ഇങ്ങനെ കിടക്കാണ്. അപ്പോൾ ജോഷ് അവിടെ തൂങ്ങി കിടന്നിട്ട് പറയുന്നുണ്ട് പ്ലീസ് എന്നെ രക്ഷിക്കുന്നില്ല ഞാൻ പറയുന്നുണ്ടെങ്കിലും കെല്ലി അങ്ങനെ നോക്കിയിട്ട് അവന്റെ കയ്യിലെടുക്കുന്ന ആ ഒരു മോതിരം അത് അവളുടേതാണ്. അതേപോലെ തന്നെ അവളുടെ കാമുകന്റെ ആ ഒരു മാല ഇത് രണ്ടും അങ്ങ് എടുക്കും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് അവന്റെ കയ്യില് ആ ഒരു വാച്ച് ഉണ്ടല്ലോ അതുണ്ട്, അതും പിടിച്ചങ്ങ് ഓണാക്കും. കാരണം ഇതിൽ നിന്ന് സിഗ്നൽ അവിടേക്ക് പോകാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അതുവരെ അവന്റെ കയ്യിൽ ചവിട്ടി ഇങ്ങനെ പിടിച്ചേക്കും അവൻ വീഴാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഈ സിഗ്നൽ പോയെന്ന് മനസ്സിലാക്കുന്നതും കാല് പതി അങ്ങ് എടുക്കുമ്പോൾ ജോഷ് നേരെ താഴേക്ക് വീണ് അവന്റെ കഥ കഴിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് കെല്ലിക്ക് മുകളിലേക്ക് പോയാലേ പറ്റൂ. നോക്കുമ്പോഴത്തേക്കാണ് ഇവിടെ നിന്ന് കുറച്ച് ദൂരെയായിട്ട് അടുത്തൊരു പാറയുണ്ട്. ഇപ്പൊ അതിലേക്ക് ചാടി പിടിച്ചിട്ട് വേണം അവൾക്ക് മുകളിലേക്ക് പോകാനായിട്ട്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കെല്ലിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനും കഴിയത്തില്ല. അങ്ങനെ എന്തായാലും രണ്ടും കൽപ്പിച്ച് നമ്മുടെ കെല്ലി ചാടി ആ ഒരു പാറയിലേക്ക് പിടിക്കുന്നതും എന്തായാലും അതിലേക്ക് പിടുത്തം കിട്ടി. അത് കഴിഞ്ഞ് അവൾ പതിയെ മുകളിലേക്ക് കയറുന്നത് അവളിപ്പോ സേഫ് ആയിട്ട് ഈ മലയുടെ മുകളിലേക്ക് എത്തി. അതുമല്ല ആ ഒരു വാച്ചിൽ നിന്ന് സിഗ്നൽ പോയത് കൊണ്ട് തന്നെ അവളെ രക്ഷപ്പെടുത്താനായിട്ട് ആളെന്തായാലും ഇവിടേക്ക് വരും. അതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെയും ബൈ.